Nate Goyard. Stay with me, little bitch, yeah, you know that I'm your man. To be capping like a snitch, no thoughts, no stamps. New hoes, 10 toes, new guap, new bands, new whip, new chicks, new kicks. Jackie Chan, as she play. Bad bitch, no bag. I just hit another lick and she be counting in my rest. I be feeling hella rich, no grind. ഓടിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് വാങ്ങിക്കാൻ ആഗ്രഹിച്ച ഒരു കുടുകുടു വണ്ടിയിൽ ഒരു യാത്രയും തിരിച്ചു വന്നിട്ടുണ്ട്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ യാത്ര പോകുന്നതിന് മുമ്പ് നമ്മൾ ടൂൽ ഗിയർ പോയിട്ട് എം ടെക്നിക്സിൻ്റെ ഒരു ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്തത്. അതിൻ്റെ ഒരു കംഫർട്ടിനെ കുറിച്ചാണ് ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ റിവ്യൂ പറയുന്നതിന് മുമ്പ് എന്താണ് എം ടെക്നിക്സും അതുപോലെ തന്നെ ടൂൾ ഗിയറിലൂടെയാണ് ഇത് നമ്മൾ മാറ്റിയിട്ടുള്ളത്, അതിനെക്കുറിച്ച് ഇവർ പറയും. നമ്മളെല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വണ്ടി തന്നെ നമ്മൾ റോയൽ എൻഫീൽഡാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ചെയിൻ ലൂബ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് റീടെൻഷൻ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. ചെയിൻ്റെ ശബ്ദമൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാലോ, നമുക്ക് കാണുന്ന കാര്യങ്ങളൊന്നും പിന്നെ ശ്രദ്ധയിലുണ്ടാവില്ല. ആകെ നമ്മളുടെ തോട്ട്സ് ഉണ്ടെങ്കിൽ ഇതൊന്ന് പെട്ടെന്ന് സെറ്റാക്കണം, എന്നിട്ട് അടുത്ത മൂവ്മെൻറ്റ് നമുക്ക് പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഒരു റൈഡേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസിന് സൊല്യൂഷനായിട്ടാണ് എം ടെക്നിക്സ് എന്നുള്ള ബ്രാൻഡ് എപ്പോഴും വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഹൈ പെർഫോമൻസ് ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റം എന്നുള്ള കൺസെപ്റ്റ് തന്നെ പിന്നീട് വന്നത്. അത് ചെയിൻ വളരെ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചെയിൻ സ്പ്രോക്കറ്റ് എന്നുള്ളൊരു കാര്യം. അതിൽ നിന്ന് വണ്ടികൾ ഒരുപാട് അപ്ഡേറ്റ് വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ചെയിൻ സിൻസ് എത്രയോ വർഷങ്ങളായിട്ട്, വേണമെങ്കിൽ 100-150 വർഷങ്ങളായിട്ട് ചെയിനൊരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കൊരു എന്നും യൂസ് ചെയ്യുന്ന, നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയിലേക്ക് ഈ ഒരു ഡ്രൈവ് സിസ്റ്റം കൊണ്ടുവന്നിടുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഫസ്റ്റ് വന്നത്. അവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇതിലൊരു സംശയം എനിക്കെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ബെൽറ്റ് എന്നുള്ളത് റബ്ബറാണ് അല്ല, അങ്ങനെ അതായത് കൂടുതൽ നമ്മൾ ബലം കൂടി പൊട്ടിപ്പോകും. ശരിക്കും നമ്മുടെ ഓർമ്മയിലുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ റബ്ബർ ബെൽറ്റാണ്. കാരണം നമ്മളത് കണ്ടിട്ടുള്ളത് ഇത് റബ്ബറാണ് ഉപയോഗിക്കണമെന്നുള്ള ഒരു ഓർമ്മയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിലുള്ള വർഷങ്ങളായിട്ട് ഇതിലുള്ള എക്സ്പെരിമെൻറ്റുകൾ ബെൽറ്റിനെ ഒരു വലിയൊരു പൊസിഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന അല്ലെങ്കിൽ ഇതിന് ഉപയോഗിക്കുന്ന ബെൽറ്റ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും റബ്ബർ ബെൽറ്റ് അല്ല, ഇതൊരു കാർബൺ ഫൈബർ ബെൽറ്റാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയ്ക്കും ഹൈ പെർഫോം ചെയ്യുന്നതും വെയർ ആൻഡ് ടയർ വളരെ കുറവുള്ളതും പിന്നെ ഇതിന് ലൈഫ് ഏറ്റവും കൂടുതലുള്ളതും. ഇതിൻ്റെ ഒരു വ്യത്യാസമാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ബെൽറ്റ് ഇത്രയും കൂടുതൽ പെർഫോമൻസ് കൂടുതൽ ചെയ്യുന്നത് ചെയിനെ കമ്പയർ ചെയ്യുമ്പോൾ, എന്തുകൊണ്ട് കംഫർട്ട് കൂടുതൽ പെർഫോമൻസ് കൂടുക എന്നുള്ളത്. എപ്പോഴും ചെയിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലെപ്പോഴും ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ എൻജിൻ വർക്ക് ചെയ്തിട്ട് പുള്ള് ചെയ്തിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ ചെയിൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ചെയിൻ്റെ റൊട്ടേഷനിൽ എപ്പോഴും ഒരു ഫ്രിക്ഷൻ ക്രിയേറ്റ് ആവും. അപ്പോൾ ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്ന സാധനം ബെൽറ്റിൽ വരുന്നില്ല, കാരണം അവിടെ ഒരു മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് വരുന്നില്ല ആദ്യം തന്നെ. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ 0 ആണെന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ട്, വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഫ്രിക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രിക്ഷൻ ഇല്ലാത്ത ഭാഗത്ത് എന്താ, ഈ എൻജിൻ്റെ പ്യുവർ ആയിട്ടുള്ള പവർ ഫുള്ളായിട്ട് റിയർ വീലിലേക്ക് എത്താണ്. ആ ഒരു ഫ്രിക്ഷൻ ലോസ്, അതായത് നഷ്ടപ്പെടാണ്ട് തന്നെ ബാക്കിലേക്ക് എത്തുമ്പോൾ അത് പെർഫോമൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഇതാണ് ചെയിനിൽ നിന്ന് മാറിയിട്ട് ബെൽറ്റിലേക്ക് വരുമ്പോൾ പെർഫോമൻസ് കൂടുന്നതിൻ്റെ ഒരു കാര്യം. ഏതൊരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ബുള്ളറ്റിലെ യാത്രകൾ എന്നും മനോഹരമായ അനുഭവം നൽകുന്നതാണ്. പലപ്പോഴും ബുള്ളറ്റ് നമുക്ക് പണി തരാനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ അതിനൊരു സൊല്യൂഷൻ പോലെയാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ആ ഒരു സ്മൂത്ത്നെസ്സും അതൊക്കെ ആ യാത്രയിൽ എനിക്ക് അനുഭവപ്പെട്ടു. നമ്മൾ 2-3 ദിവസം ഒരു മനോഹരമായിട്ട് റൈഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അത് സ്വീകരിക്കാൻ ഇവർ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈസ് കുറച്ച് കൂടുതലാണെങ്കിലും ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 15,000 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒന്ന് മെയിൻ്റെനൻസ് ചെയ്യേണ്ടത്. 2 വർഷത്തേക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ ടെക്നോളജിയുടെ കൂടെ മനോഹരമായ എൻഫീൽഡും കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വരുന്ന ചെയിൻ മാറ്റം, ലൂബ്രിക്കൻ്റ് ഇടല്, അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് കാഴ്ചകൾ കണ്ട് അതിസുന്ദരമായ പ്രകൃതിയിൽ കൂടി യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എം ടെക്നിക്കിൻ്റെ ബെൽറ്റ് 12 ഗിയറിൽ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, കൂത്തുപറമ്പ് 3 ബ്രാഞ്ചുകളുണ്ട്. ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഓൾ ഓവർ ദി വേൾഡ് അവൈലബിൾ ആണ്. നമ്മുടെ ബുള്ളറ്റിൻ്റെ ഏത് വേരിയൻറ്റിനും, പ്രത്യേകിച്ച് ഹിമാലയൻ ഒഴികെയുള്ള എല്ലാ വേരിയൻറ്റിനും ഇത് അവൈലബിൾ ആണ്. ഒന്ന് യൂസ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഈ ഒരു പ്രൊഡക്റ്റ് ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ്. എം ടെക്നിക്സിൻ്റെ ഈ ബെൽറ്റ് കാലിക്കറ്റ്, കൂത്തുപറമ്പ് അതുപോലെ തന്നെ പയ്യന്നൂരിലെ 12 ഗിയർ എന്നുള്ള ബ്രാഞ്ചുകളിൽ അവൈലബിൾ ആണ്. താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നത്. നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ ഗുഡ് ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാം ഉഷാറായിട്ടെ. Nate Goyard.
Stay with me, little bitch, yeah, you know that I'm